ധീരം എന്ന് പറഞ്ഞ സിനിമ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് പോലീസ് വേഷങ്ങളാണ്. 25 സിനിമകളോളം മറ്റുമായി പോലീസായിട്ട്. അപ്പം ഇനിയൊരു പോലീസ് വേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രേക്ഷകർക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സാധനം സമ്മാനിക്കുന്നൊരു സിനിമയായിരിക്കണം, അതൊന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ആദ്യം ജിതിനെ പടത്തിന് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ജിതിനെ പോലീസാണെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ആലോചിച്ചാൽ പോരെ എന്നൊക്കെ ഞാൻ ചോദിച്ച് സംസാരിച്ചു. ജിതിൻ ആഡ് ഫിലിം മേക്കറാണ്. ജിതിൻ്റെ വർക്ക്സും ജിതിൻ ചെയ്തിട്ടുള്ള ആൽബംസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ല ചേട്ടാ ഒന്ന് കേട്ട് നോക്കുമെന്ന് പറഞ്ഞാണ് ഈ സബ്ജക്റ്റ് എൻ്റെ അടുത്തൊന്ന് പറയുന്നത്. എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു സീരിയൽ മർഡർ മിസ്റ്ററിയാണ് തീർച്ചയായിട്ടും, പക്ഷേ അത് മാത്രമല്ല ഈ സിനിമ. അതിനപ്പുറത്തൊരു സോഷ്യൽ ഇഷ്യൂവിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമയാണ്. ഇത് പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ യുവാക്കളുടെ ഇടയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഡെയിലി പത്രത്തിലുമൊക്കെ വായിക്കുന്ന ന്യൂസിലുമൊക്കെ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ സംസാരിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, അത് കാരണം ഇവൻച്വലി ആരാണ് ബാധിക്കപ്പെടുന്നത്, അങ്ങനെയുള്ളവരുടെ കഥയും കൂടെ പറയുന്നൊരു സിനിമയാണ് ധീരം എന്ന സിനിമ. സോ മോർ ദാൻ എ ത്രില്ലർ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നൊരു സിനിമ കൂടിയായിരിക്കും ധീരം. ഒരു എൻ്റർടൈനർ ആയിരിക്കും. ഈ സിനിമ വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ. നവംബറിൽ സിനിമ റിലീസ് ചെയ്യണം. എല്ലാവരും തീർച്ചയായിട്ടും ഈ സിനിമ പോയി കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.